അപ്പോൾ കുട്ടികളുടെ കഥ അങ്ങനെ. ഇനി ഒരു കാര്യം കൂടി പറയാണ്. എൻ്റെ ഉമ്മമാർ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഒരു കുട്ടിനെ ഞാൻ കൗൺസിലിംഗ് നടത്തുകയാണ്. ഇപ്പം ഞാൻ കൗൺസിലിങ്ങിൽ ആരും എന്നെ വിളിക്കരുത്, ദയവ് ഏതൊരു മനുഷ്യനും വിളിക്കരുത്, അതിനു വേണ്ടി പറയല്ല, പക്ഷേ നടത്തേണ്ടി വന്നു. അപ്പോൾ ഉമ്മ ഇരുന്നിട്ട് ഉമ്മ പറയാണ്, എൻ്റെ മോൻ പുറത്തേക്ക് ഇറങ്ങാറില്ല സാറേ, പുറത്തേക്ക് ഇറങ്ങാറില്ല. എൻ്റെ അയൽവാസികൾ വെറുതെ പറയാം, എൻ്റെ മൂത്തച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായ ജ്യേഷ്ഠൻ്റെ ഭാര്യ, മൂത്തച്ചി വെറുതെ പറയാം, എൻ്റെ കുട്ടിനെ പറ്റിയിട്ട് വെറുതെ എങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ ഉമ്മ ഇങ്ങനെ ഇരുന്ന് പറയുന്ന കൗൺസിലിങ്ങിൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കിൻ, ഞാൻ മോനോടൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ മോനോട് ചോദിച്ചു നോക്കുമ്പോൾ മോൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മോനോട് ജസ്റ്റ് സൈക്കോളജിക്കൽ ക്രോസ് ക്വസ്റ്റ്യൻ എന്ന് പറയും. എന്നാൽ മോനെ നിൻ്റെ ഭാവവും മട്ടും ഒക്കെ കണ്ടിട്ട് ഒരു പക്ഷേ നീ ഉപയോഗിക്കുന്നുണ്ടാകില്ല, പക്ഷേ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു നീ ഉപയോഗിക്കുന്ന കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. പണ്ട് കുറത്തികൾ പറഞ്ഞ മാതിരിയുള്ള വർത്താനൊക്കെയാണ് ഈ സൈക്കോളജിസ്റ്റുകൾ പറയുക. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവൻ പറഞ്ഞു, സാറേ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ മോനെ നിനക്ക് എങ്ങനെ അത് കിട്ടിയത്, എങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ വഴികളറിയോ, ഈ മൊബൈലിലൂടെ. മയക്കുമരുന്ന് വീട്ടിലെത്തിയത് ഈ മൊബൈലിലൂടെ. അവൻ പറഞ്ഞു, ഞാൻ സെർച്ച് ചെയ്തു, കൊണ്ടുവരുന്ന ആൾക്കാരെ അവരിലേക്ക് വിട്ടു. അപ്പോൾ പൈസ വേണമെന്ന് പറഞ്ഞു, പൈസ മുൻകൂട്ടി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അയച്ചു കൊടുക്കണമെങ്കിൽ സാധനം ഇവിടെ എത്തും എന്ന് പറഞ്ഞ് അങ്ങനെ എത്തിയിട്ട് അവൻ്റെ അടുത്തുള്ള പീടികയുടെ മതിലിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു കല്ലും വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇവൻ അയച്ചു കൊടുത്തിട്ട് ഉമ്മാൻ്റെ മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്ത് ഗൂഗിൾ പേ ചെയ്തിട്ട് ഈ സാധനം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അവനെ ചുമരുമ്പോൾ പോയിട്ട് എടുത്തുകൊണ്ടെന്ന്. പുറത്തേക്കൊന്നും പോയിട്ടില്ല, അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മതിൽമ തന്നെ. മൊബൈലിലൂടെ പോയി അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളെത്തും. ഇതിൻ്റെ അർത്ഥം വേണ്ടെന്നല്ല, ഈ കുട്ടികളെ നിങ്ങൾ പോസിറ്റീവ് ആക്ക്. മൊബൈൽ കൊടുത്തോ, പക്ഷേ പോസിറ്റീവ് ആക്ക്. വൈകുന്നേരം മഗ്‌രിബിന് ശേഷം പിന്നീട് നിനക്ക് മൊബൈൽ കിട്ടണമെങ്കിൽ എന്തായാലും 9:30 മണി കഴിയുമെന്ന് കുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കുക. കാരണം മഗ്‌രിബിൻ്റെയും ഈ 9:30 ഇടയിൽ അവർക്ക് ഓതാനുണ്ട്, അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് കിട്ടാനെങ്കിൽ ഇത് മുഴുവൻ പഠിച്ചിട്ടല്ല നിനക്ക് കിട്ടൂല എന്നെങ്കിൽ നിങ്ങൾ പറ. കുട്ടികളാണെങ്കിൽ അതിലും വലിയ വളവന്മാർ. കുട്ടികളെന്താ പറഞ്ഞത്, ഇതിലാണ് സാർ അയച്ചിരിക്കണത്, ഇതിലാണ് മെസ്സേജ് അയച്ചിരിക്കണത്, അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം എനിക്ക് പഠിക്കാനേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. സംഭവം അതിൽ പ്രൊജക്റ്റ് ഉണ്ടാവാം. ഞാൻ അധ്യാപകരുടെ ട്രെയിനിങ്ങിലും പറയാറുണ്ട്, അമിതമായിട്ട് ഈ മൊബൈലിലേക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കരുത്. അല്ലെങ്കിലും ലോകത്തിൽ സ്കൂൾ പറയുമ്പോൾ നിങ്ങൾക്കാർക്കൊന്നും തോന്നരുത്, അധ്യാപകർ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. MESൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ള കോൺഫറൻസിൽ ഞാൻ പോയിരുന്നു, അവിടുത്തെ പ്രിൻസിപ്പൾമാർക്ക് ക്ലാസ് എടുക്കാൻ, ടോട്ടൽ കേരളത്തിൻ്റെ. അവരോട് ഞാൻ പറഞ്ഞു, എന്ന് വെച്ചാൽ ഒരിക്കലും കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കരുത്. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാളൊക്കെ അവിടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, വിദേശത്തിൽ ഒരുപാട് രാജ്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പോയിട്ടുണ്ട്. 53 രാജ്യം ഇന്നേ വരെ നമ്മൾ സന്ദർശിച്ച്. ആ 53 രാജ്യത്തിൽ അഡ്വാൻസ്ഡ് കൺട്രീസിൽ ഒട്ടുമിക്ക രാജ്യങ്ങൾ നമ്മൾ പോയി. UK മുതൽ കാനഡ മുതൽ ഓസ്ട്രേലിയ മുതൽ ജർമ്മനി, ഇറ്റലിയും ഫ്രാൻസും നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡ്സ് ഏറ്റവും ടോപ്പുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഫിൻലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ. ഫിൻലാൻഡിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം. എവിടെയും ഹോംവർക്കില്ല. സ്റ്റാൻഡേർഡ് സ്കൂൾസിലൊന്നും ഹോംവർക്കില്ല. ആവർത്തിച്ചു പറയുന്നു, ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് പറയാണ്. കാരണം ഹോം എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, അവർക്ക് കളിക്കാനും മാതാപിതാക്കളോട് ബന്ധപ്പെടാനുള്ളതാണ്. ഇതൊക്കെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അത്ര സിസ്റ്റമേ ഉള്ളൂ ഈ ലോകത്തിൽ എവിടെ പോയാലും. ഇത് കുട്ടികൾ വരിക, എന്നിട്ട് പിന്നെയും 11 മണി വരെ എന്നിട്ട് വീട്ടിലിരുന്നിട്ട് പഠിക്കുക. ഇതെന്തൊരു പഠനമാണ്. ഞാൻ പറയുമ്പോൾ വിചാരിക്കും നിങ്ങളൊരു പഴഞ്ചനായിട്ട് പറയണം. ഞാൻ പഴഞ്ചനായതല്ല, നിങ്ങൾ നോക്കിക്കോ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ പറയുന്ന കോഡൂർ, വെസ്റ്റ് കോഡൂരിലെ മഹലിൽ വെച്ചിട്ട് ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന സിസ്റ്റം ഇവിടെ വന്നാൽ, ഞാൻ മുഖ്യമന്ത്രി അനുകൂലിച്ചിട്ടോ പ്രതികൂലിച്ചിട്ടോ പറയല്ല, അവർ പറഞ്ഞ ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റം ഒക്കെ വന്നാൽ ഒരൊറ്റ വരി പോലും വീട്ടിൽ നിന്ന് പിന്നെ പഠിക്കേണ്ടി വരില്ല. കാരണം സിസ്റ്റം അതാണ്. ഒരിക്കലും ഹോംവർക്ക് എന്ന് പറയുന്ന സാധനം ലോകത്തിൽ എവിടെ ഇല്ലാത്തൊരു കാര്യമാണ്. ഉമ്മാരോട് ബന്ധവും വാപ്പാരോട് ബന്ധവും കുറച്ച് കളിക്കലും കുറച്ച് നല്ല മതപരമായ ചിട്ടകളും ചെയ്യേണ്ട സമയത്ത് ഈ പറഞ്ഞ ഹോംവർക്ക് എന്ന് പഠിക്കുകയാണോ നമ്മുടെ കുട്ടികൾ? വെറും പഠിപ്പ് എന്ന് പറയുന്നത് മാത്രമാണ് കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നിങ്ങൾക്കൊന്നും തോന്നരുതേ. സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുന്ന ആളാണ്, അവിടുത്തെ ഫാക്കൽറ്റിക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്, എല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞോട്ടെ, കുറേ രാത്രി നിന്ന് ഈ കുട്ടികൾക്ക് കോളേജിൽ നിന്ന് വന്ന സ്കൂളിൽ നിന്ന് വന്ന ആകെ ചടപ്പ്, അതിൻ്റെ ശേഷം പിന്നെയും പഠിപ്പിക്കൽ. ഇതെന്തൊരു പഠിപ്പിക്കലാണ്? ലോകത്തിൽ ഈ കുട്ടികൾക്ക് വേറെ എന്തൊക്കെ വേണം? ഇപ്പം ഞാൻ നാളെ കൊണ്ടോട്ടിക്ക് അപ്പുറത്തുള്ളൊരു സ്ഥാപനത്തിൽ പോയി. 2 കോടി രൂപയാണ് അവിടെ ഒരു കുട്ടിക്ക് ഇത് കിട്ടിയിട്ട്. ഫേസ് ക്യാമ്പസിൽ ഞാൻ പോയിട്ട് ക്ലാസ് എടുത്തിരുന്നു. ലക്ഷദ്വീപുകാരനായ ഒരു കുട്ടിക്ക്, ഒരു മുണ്ടാപ്പോത് കുട്ടിയാണ്, ആദരിക്കാൻ വേണ്ടി നമ്മൾ പോയിരുന്നു. 2 കോടി രൂപയാണ് സ്റ്റൈപ്പൻഡ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് വലിയ പഠിത്തം കൊണ്ടല്ല, കുട്ടികളുടെ കപ്പാസിറ്റി കൊണ്ടാണ്. കുട്ടികൾക്ക് കപ്പാസിറ്റി ഇല്ലാതെ കുറേ സാധനങ്ങൾ അടിച്ചു കയറ്റിയിട്ട് എന്താ കാര്യം? പഠിക്കൂല എന്ന് നമ്മൾ പറഞ്ഞവരൊക്കെ കുറേ ആൾക്കാർ ഉയർന്നു പോയി.
ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സുകാർ, MBA അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അവരൊക്കെ പഴയ 7ാം ക്ലാസ്സും ഗുസ്തിയാണ്. ഇതിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിക്കേണ്ടെന്നല്ല. SSLCയും +2യും ഡിഗ്രിയും PGയും PhDയും ഒക്കെ നമ്മുടെ കുട്ടികൾ നേടട്ടെ. എല്ലാറ്റിൻ്റെയും തലപ്പത്ത് അവരെത്തട്ടെ. അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ A+ എടുക്കുക മാത്രമാണ് പഠനമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് മാത്രമല്ല പഠനം. ഞാൻ വിദഗ്ധന്മാരുടെ അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നല്ല പാട്ടുകാരന് A+ ഇല്ല, നല്ല ഓട്ടക്കാരന് A+ ഇല്ല, നല്ല ഫുട്ബോളർക്ക് A+ ഇല്ല, നല്ല പ്രഭാഷകന് A+ ഇല്ല, നല്ല കവിക്ക് A+ ഇല്ല, നല്ല ഒരു അവതാരകന് A+ ഇല്ല, നല്ല ലീഡർക്ക് A+ ഇല്ല, നല്ല ഓർഗനൈസർക്ക് A+ ഇല്ല. ആകെ A+ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് തലയിലുള്ളത് മുഴുവനും പേപ്പറിലേക്ക് എഴുതിയാൽ കിട്ടുന്നതിൻ്റെ പേരാക്കി A+ നമ്മൾ ചുരുക്കി. എന്നിട്ട് അതിൻ്റെ ഡയറക്ടർ ബോർഡിലെ ചീഫ് പറയാണ്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ A+ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത A+ ആയിരുന്നു എന്ന് അതിൻ്റെ ചീഫ് തന്നെ പറയുകയും ചെയ്യുക. അതിപ്പോൾ 2 ആഴ്ച മുമ്പ് നമ്മൾ കേട്ടതുമാണ്. ഇതിൻ്റെ അർത്ഥം A+ എടുക്കേണ്ടെന്നല്ല. പഠിപ്പിക്കുക എന്നതിൻ്റെ പേരിൽ മദ്രസകൾ നമ്മൾ ഒഴിവാക്കുന്നു, മൂല്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു, രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് ഒഴിവാക്കുന്നു. ഇങ്ങനെ പഠിച്ച് പോയിട്ട് കുട്ടികൾക്കെല്ലാം കിട്ടണം. സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കിട്ടണം, ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ കിട്ടണം, ഇമോഷണൽ എഡ്യൂക്കേഷൻ കിട്ടണം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കിട്ടണം. നമ്മുടെ കുട്ടികൾ വേണമെങ്കിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുക്കട്ടെ, കളരി അതിമനോഹരമായി പഠിക്കട്ടെ, അല്ലെങ്കിൽ നല്ല എക്സസൈസുകൾ ചെയ്യട്ടെ, അനുവദിക്കപ്പെട്ട രീതിയിൽ അവർ ഫുട്ബോൾ കളിക്കട്ടെ. അത് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. അതിനേക്കാൾ വലുത് ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷനാണ്. അവരുടെ ബുദ്ധി വികസിക്കട്ടെ. അതിനുവേണ്ടി വായിക്കണം, അതിനുവേണ്ടി പഠിക്കണം, ഒരുപാട് പുസ്തകങ്ങൾ അവർക്ക് കൊടുക്കണം, അവർ തന്നെ എഴുതണം, അവർ തന്നെ അവതരിപ്പിക്കണം, ക്ലാസ് റൂമിൽ അവരുടെ പ്രബന്ധങ്ങൾ ഉണ്ടാകണം. ഇതാണ് ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ. അത് പഠനത്തിനും അപ്പുറത്താണ്. അതിൽ പഠനവും പെടുന്നു. പിന്നെ ഇമോഷണൽ എഡ്യൂക്കേഷൻ, ആളുകളോട് എങ്ങനെ പെരുമാറണം, ആളുകളോട് എത്ര മനോഹരമായാകണം, ഒരാൾ വീട്ടിൽ വന്നാൽ എന്ത് കൾച്ചറാണ് മുന്നോട്ട് വെക്കേണ്ടത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മളിവിടുത്തെ ഓരോ നമ്മളെ പ്രിയപ്പെട്ട സഹോദരിമാരോടും ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കല്യാണം പറയാൻ വേണ്ടി വരികയാണ്. കല്യാണം ആ സാധു നെഞ്ചിൽ നെരുപ്പോട് വെച്ചിട്ടായിരിക്കും വരുന്നത്. പെൺകുട്ടിയെ കെട്ടിക്കാനുള്ള ചെലവുകൾ, ആഭരണങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള ചെലവുകൾ എല്ലാം മനസ്സിൽ പേറി നമ്മുടെ കോളിംഗ് ബെല്ല് നെക്കി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് കയറി ഇരിക്കാൻ പറയാൻ പോലും നമ്മുടെ കുട്ടികൾക്കാകുന്നില്ല. ഇതിനെയാണ് ഇമോഷണൽ സ്റ്റാറ്റസ് ഇല്ലാത്ത മക്കൾ എന്ന് പറയാം. ചിലപ്പം അവർ A+കാരാകാം. ഞാൻ A+കാരെ എതിർക്കല്ല. A+ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അപ്പുറത്തിരുന്നിട്ട് റെഫറൻസിലാകും, അല്ലെങ്കിൽ അപ്പുറത്തിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്കിലാകും, വാട്സപ്പിലാകും. ഈ സാധു വന്ന് കോളിംഗ് ബെല്ല് നെക്കിയിട്ട് ഉമ്മ പോണം അടുക്കളയിൽ നിന്ന്, എന്നിട്ട് പോയിട്ട് ആ സാധു അപ്പോഴേക്ക് 5-8 പ്രാവശ്യം നെക്കി കുറേ കാത്തുനിന്നിട്ടുണ്ടാവും. ഈ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് ഇക്ക ഇരിക്കട്ടോ അല്ലെങ്കിൽ ചേട്ടാ ഇരിക്കട്ടോ എന്നൊരു വാക്ക് ആ സാധു ഇരിക്കുമ്പോഴേക്ക് ഞാൻ ഉമ്മനെ വിളിക്കട്ടോ അല്ലെങ്കിൽ ഉപ്പനെ വിളിക്കട്ടോ എന്നിട്ട് അകത്തേക്ക് വന്നിട്ട് ഉമ്മ അവിടെ ആരോ വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ? വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെയാണ് കുടിക്കുക? നമ്മൾ വിചാരിക്കും വെള്ളം കുടിക്കുമ്പോഴൊക്കെ കുടിക്കൽ എന്താണ് ഓർമ്മ ഉണ്ടോ ഹുസൈൻ സാഹിബിന്? വെള്ളം കുടിക്കുമ്പോൾ ഇവിടുന്ന് ശബ്ദം വരരുതെന്നും പറഞ്ഞിട്ട് നമുക്ക് എത്ര ചീത്ത കിട്ടിയിട്ടുണ്ട് നമ്മുടെ അധ്യാപകൻ്റെ കയ്യിൽ നിന്ന്. വെള്ളം കുടിക്കുമ്പോൾ ഇവിടുന്ന് ശബ്ദം വരരുത്, ആൾക്കാരെ മുമ്പൊന്നും മുഴുവൻ കുടിക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് പാടില്ലെന്ന് പഠിപ്പിച്ചിരുന്നു ഞങ്ങളെ. ഇതൊക്കെ ഞങ്ങൾ ചെയ്യണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ. കറക്റ്റായിട്ട് ഇരുത്തിയിട്ട് പാർലമെൻറ്റ് കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട്, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? പാർലമെൻറ്റിൽ ഇരുത്തിയിട്ട് ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കൽ, ഇങ്ങനെ ഭക്ഷണം കഴിക്കൽ. ഞങ്ങൾ അധ്യാപകർ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ അധ്യാപകനെ വാഴ്ത്തി പറയല്ല, പക്ഷെ നമ്മൾ പറയണമല്ലോ ആൾക്കാർ പഠിപ്പിച്ചെന്നതിന്. ഓരോന്നിനും എങ്ങനെയാണ് പുസ്തകം വായിക്കേണ്ടത്. നമ്മൾ ഉമ്മാരെ പണ്ട് മിസ്വാക്ക് ഇട്ടിട്ട് കാലൊരുതി തരും. ഞാൻ പറയുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും. മിസ്വാക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, ചകിരിപ്പൊളി കൊണ്ട് ഉണ്ടാക്കണേ. ആ സാധനം കൊണ്ട് കാലിൻ്റെ വിരലരുതി തരും. അന്ന് നമ്മുടെ മടമ്പിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര വെളുപ്പായിരുന്നു. അതേറ്റാണ് മിസ്വാക്കേറ്റ് വരുതുക. അന്ന് VKC ചെരുപ്പ്, ലൂണാറിൻ്റെ ചെരുപ്പൊക്കെയാണ്. അതൊക്കെ വെളുത്തിട്ടുണ്ടാകും, കാരണം ഇതേറ്റാണ് നമ്മൾ അത് വരുതുക. എന്നിട്ട് ചകിരി കൊണ്ട് ഫുള്ള് കുളിപ്പിച്ചു തരും. ഇന്നത്തെ കുട്ടിയൊക്കെ എങ്ങനെ കുളിക്കാമെന്നറിയില്ല. ഒരു മുടിഞ്ഞ ഷവറുണ്ട്, അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരാക്കലും പോരലാണ്. ഞാൻ ഷവറിനെ കുറ്റപ്പെടുത്തല്ല. കാലിൻ്റെ എവിടെ എഴുതണം, എങ്ങനെ എഴുതണം, കാരണം കുട്ടികളെ കുളിപ്പിച്ച് ശീലമില്ല. കാരണം കുട്ടീൻ്റെ അടുത്ത് 3-ാം വയസ്സിൽ മൊബൈല്, ഉമ്മാൻ്റെ അടുത്താകട്ടെ കുട്ടിക്ക് 1.5 വയസ്സായപ്പോൾ മൊബൈല്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കുളിപ്പിക്കാൻ നേരം. പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങൾക്കൊക്കെ വാരി തന്നിട്ട് ബാക്കിയായിരുന്നു ഉമ്മ കഴിച്ചിരുന്നത്. അത് വേറെ ഇല്ലായിട്ടൊന്നുമല്ല, മക്കളുടെ സ്നേഹത്തെയായിരുന്നു കഴിച്ചിരുന്നത്. ഇന്ന് നമ്മളെ കുട്ടികൾ കഴിച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരൊറ്റ തട്ടലാണ്. അതുകൊണ്ട് എന്താണെന്നറിയോ, കുറേ വയസ്സാകുമ്പോൾ കുട്ടീൻ്റെ ഒരൊറ്റ തട്ടലെ നമ്മളെ ഭക്ഷണമല്ല തട്ടുക, നമ്മളെ വൃദ്ധസദനത്തേക്കായിരിക്കും തട്ടുക. കഴിയുമെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് മക്കളെ കൊണ്ട് കഴിപ്പിച്ച് ശീലിപ്പിക്കണം. ഒരു പാത്രത്തിൽ നിന്ന്. അതൊക്കെ ഇന്ന് നടക്കുമോ നിങ്ങൾ ചോദിക്കും. ഇപ്പോഴും നടക്കുന്ന സ്ഥലമല്ലേ? വലിയ വലിയ രാജകൊട്ടാരത്തിൽ പോയാൽ വരെ, ഷെയ്ഖ് മുഹമ്മദ് വരെ ഇപ്പോഴും കഴിക്കുന്നത് ഇങ്ങനെ തന്നെയല്ലേ?
ആയിരിക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിഥിയായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പരിപാടിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അവരൊരു സൽക്കാരത്തിനൊക്കെ വിളിച്ചാൽ ആരായി ഭക്ഷണം ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഗൾഫിലുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കണ ഒരു പാവം ചെയ്താലേക്കാണ് ഉണ്ടാക്കിയിട്ടില്ല, താലഹി എന്നറിയും, വരാൻ പറയും. എന്നിട്ട് ആ പ്ലേറ്റിൽ ഇരുത്തിയിട്ട് അവർ കഴിപ്പിക്കും. നമുക്കിതൊന്നും ശീലമില്ല. ഒന്നിച്ചിരുന്നിട്ട് കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ട് ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ, ഒരുള്ള കുട്ടിക്ക്, ഒരുള്ള ചെറിയ മക്കളാണെങ്കിൽ, വലിയവരാണെങ്കിൽ ഒന്നിച്ചിരുന്ന് കഴിക്കട്ടെ, ഇനി വലിയ കുട്ടികളാണെങ്കിൽ ഒന്ന് വായിൽ വെച്ച് കൊടുക്കുക. ഈ കോടൂക്കാരിയായിട്ടുള്ള പ്രിയപ്പെട്ടൊരു സഹോദരിയുണ്ട്. ഞാൻ കോടൂർ വന്ന് സംസാരിക്കും പോലെ പറ്റി പറയണം, ഓർമ്മ വന്നതാണിപ്പോൾ. എൻ്റെ സഫീറിൻ്റെ ഉമ്മ. സഫീർ എന്ന് പറഞ്ഞാൽ എൻ്റെ കളിക്കൂട്ടുകാരനാണ്. നിങ്ങൾ ഈ കോടൂരിലെ മഹലിലൊരു പ്രധാനപ്പെട്ട ഒരാളുടെ മോളാണ്. തന്നെയല്ല, അവരുടെ അനിയത്തിയാണ് മർഹൂം ഇ കെ ഉസ്താദിൻ്റെ മകൻ വിവാഹം കഴിച്ചത്. ഞാൻ ഈ പറഞ്ഞ ആളുടെ അനിയത്തിയാണ്. ആ ഏട്ടത്തി ഉണ്ടല്ലോ, ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്നേ, ഞങ്ങൾ ഒന്നിച്ച് കോളേജിക്കോ അല്ലെങ്കിൽ പരിപാടിക്കോ പോകുമ്പോൾ സഫീറിൻ്റെ ഉമ്മ, സഫീറിന് മൂത്ത മോനാണ്, അവന് 20, 23 വയസ്സാകുന്ന സമയത്ത് ഭക്ഷണം ഇങ്ങനെ, എടാ ഇതും കൂടി ഒന്ന് തിന്നിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വായി കൊടുത്തിട്ട് അവൻ പരീക്ഷയ്ക്ക് പോകൂ. എത്രാം വയസ്സിൽ? 22-ാം വയസ്സിൽ. മക്കളെ സ്നേഹിക്കണമെന്നും മക്കളെ തലോടണമെന്നും അവർ എത്ര പ്രായം ചെന്നാലും ശരി. ഇത് നമ്മൾ കോഴി കുട്ടികളെ കൊത്തിയാട്ടുന്നത് പോലെ 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട. ഉമ്മാരോട് ചോദിക്കുക, കോടൂരത്തെ കുട്ടികളെ പറ്റിയെല്ലാം പറഞ്ഞു കേട്ടോ. ഉമ്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളെ പെൺകുട്ടിയേക്ക് മുത്തം കൊടുത്തിട്ട് എത്ര കാലമായി എന്ന് വെച്ചാൽ മിക്ക ഉമ്മമാരും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കൊടുത്തിട്ടില്ല. പെൺകുട്ടിയേക്ക് ആൺകുട്ടിയേക്ക് എത്ര കാലമായി മുത്തം. ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, ജെൻഡർ സൈക്കോളജി പ്രകാരം വാപ്പമാർക്ക് പെൺകുട്ടികളോടൊരു ഇഷ്ടം കൂടാനുണ്ട്, ഉമ്മമാർക്ക് അതേമാതിരി ആൺകുട്ടികളോട്. അതൊരു തെറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ജെൻഡർ സൈക്കോളജിയാണ്, അങ്ങനെയാണ് സാധാരണ അത് വരിക. അതുകൊണ്ട് മക്കൾക്കും അങ്ങനെ തന്നെയാണ്. വാപ്പയും ഉമ്മയും കൂടി ഒരു തല്ലുകൂടിയാൽ നമ്മൾ ആൺകുട്ടികൾ ആരെ കൂടെ നിൽക്കുക? നിങ്ങളൊന്ന് പറഞ്ഞട്ടെ, ആരെ കൂടെ നിൽക്കുക? ഒട്ടുമിക്ക ആൾക്കാർ നിൽക്കലും ഉമ്മാനും. ഉമ്മ എങ്ങനത്തെ ആളായാലും എൻ്റെ ഉമ്മാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയാം. എന്നാൽ വാപ്പാക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആദ്യം ഓടിയെത്തുന്ന ആൾക്കാരായിരിക്കുന്നവരോ ഈ പെൺകുട്ടികളായിരിക്കും. കാരണം വാപ്പാരോട് അങ്ങനത്തെ ഒരു സ്നേഹമാണ്. എല്ലാവർക്കും ഉണ്ട് സ്നേഹം, പക്ഷെ കുറച്ച് കൂടുതലായിരിക്കും. നേരെ തിരിച്ച് ഈ മക്കൾക്ക് ഒരു മുത്തം കൊടുത്ത് വളർത്താൻ, ഒന്ന് തലോടി വളർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെ കയ്യിലുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തായി, സ്നേഹം കിട്ടുന്നിടത്ത്, സ്നേഹിക്കുന്നിടത്തേക്ക് ഇവരിങ്ങനെ പോവാണ്. ഞാൻ പറഞ്ഞു, വളരെ ശ്രദ്ധിച്ച് കേൾക്ക്, സഹോദരന്മാരും സഹോദരിമാരും കേൾക്ക്. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചവരല്ലേ? ആദ്യത്തെ ബെഞ്ചിലെ കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാവുമല്ലോ. ആദ്യത്തെ 2-3 കുട്ടികൾക്കാണ് പെരും മാർക്ക്, ബാക്കിയുള്ളവർക്കൊക്കെ മാർക്ക് കുറയും. പണ്ടത്തെ കാലത്തെ അങ്ങനെയാണ്. എന്താ കാര്യം? വരുന്ന ടീച്ചർമാരൊക്കെ ബലതിക്കാൻ നോക്കുക, എങ്ങനെയുണ്ട് ചെയ്തില്ലേ, ഓരോടൊരു സ്വകാര്യം പറിച്ചില്ല, എന്നിട്ട് ഉഷാറായി എന്നൊരു തെമ്പ് പറയലാണ്. എന്നിട്ട് നമ്മളോടൊക്കെ ചോദിക്കും, എന്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ആർ യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലായി എന്നറിയാം. എന്ത് മനസ്സിലായി? മനസ്സിലാവില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ഫ്രണ്ട് ബെഞ്ചിലെ കുട്ടിയൊക്കെ ഇത്രമാത്രം തമ്പും ഇംപ്രഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ടാണ് ആ കുട്ടികൾ ഇത്ര പഠിപ്പിസ്റ്റുകളായത്. നമ്മുടെ കുട്ടികളെ ഒന്ന് തലോടിയിട്ട്, ഒന്ന് ഇതാക്കിയിട്ട് അപ്രിസിയേഷൻ കൊടുക്കുക. സ്കൂളിലും മദ്രസയിലൊന്നും എല്ലാവർക്കും കപ്പ് കൊടുക്കാനൊന്നും സ്കൂളുകാർക്കും കഴിയില്ല, മദ്രസക്കാർക്കും കഴിയില്ല. പക്ഷെ നമുക്ക് കൊടുത്തൂടെ? ഞാൻ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെയാണ്, എൻ്റെ കുട്ടികളെ പറ്റി പറയല്ല കേട്ടോ. A+നേക്കാളും ഞാൻ കൊടുക്കേണ്ടത് അങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. A+നേക്കാളും കൊടുക്കേണ്ടത് അതിനാണ്. A+ പലർക്കൊക്കെ കിട്ടും. ഞാൻ A+ന് ഇതിലൊന്നുമല്ല. ഹൗ ടു ഗെറ്റ് A+ എന്ന ക്ലാസ് ഞാൻ കൂടുതൽ എടുക്കുക. എങ്ങനെയാണ് A+ എടുക്കേണ്ടത്? ഒരു ദിവസം വയനാട്ടിലൂടെ ഇങ്ങനെ പോവാൻ. അപ്പം എൻ്റെ ഹാദി മർസൂഖ് മുജിത്തബ, അബ്ദുൽ ഹാദി മർസൂഖ് മുജിത്തബയുണ്ട്. അവൻ്റെ പേരത്ര നീണ്ട പേരാണ്. അവനിങ്ങനെ, ആ പ്രളയത്തിൻ്റെ കാലമാണ്. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ ഒരു വീട് പൊളിഞ്ഞാടിയിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പം എന്നോട് ചോദിച്ചുപ്പ അതെന്താ പൊളിഞ്ഞാടിയിട്ടില്ല? ഞാൻ പറഞ്ഞു, പ്രളയം വന്നിട്ടാ മോനെ. അപ്പോൾ പറഞ്ഞു, അതിലുള്ള ആൾക്കാരൊക്കെ അപ്പോൾ ഇവിടെ എന്തായാലും നമുക്കറിയില്ല. അപ്പോൾ അവൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു, അറിയാണ്ട് കണ്ണൊലിക്കുന്നതും കണ്ടു. അതിനാണ് A+. മനുഷ്യർ ഒടുങ്ങിപ്പോകുന്നു എന്ന് കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറയുന്നൊരു മനസ്സുണ്ടല്ലോ, അതിനാണ് A+. അല്ലാതെ നല്ല രസമുണ്ടല്ലോ ഓലൊക്കെ എവിടേക്ക് പോയി അങ്ങനെ തുള്ളിച്ചാടി പോകുന്ന കുട്ടികളല്ല. അതിന് മനസ്സൊന്ന് നോവുന്ന, അതിലും എന്നെ പോലെ കുട്ടി ഉണ്ടാവുമല്ലോ, അതിലും എൻ്റെ ഉമ്മാനെ പോലുള്ള ഉമ്മ ഉണ്ടാവുമല്ലോ, അതിലും എൻ്റെ ഉപ്പാനെ പോലുള്ള ഉപ്പ ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുക. ഞാൻ എൻ്റെ കുട്ടിയെ വാഴ്ത്തി പറയല്ല. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും മക്കളാകട്ടെ. മനുഷ്യരുടെ ദുഃഖങ്ങളിൽ ദുഃഖം തോന്നി അറിയാതെ കരഞ്ഞു പോകുന്ന കുട്ടികൾ, അന്നവന് വയസ്സ് 10. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ പോസിറ്റീവാക്കിക്കൊണ്ടേയിരിക്കുക. അതിന് A+ കൊടുക്കണം.
നമ്മളെ കുട്ടികൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഇതുവരെ ഒരു കപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കളും വാങ്ങിക്കൊടുക്കേണ്ട ഒരു സാധനത്തിൻ്റെ പേരാണ് ട്രോഫി. മാതാപിതാക്കൾ അത് വാങ്ങിക്കൊടുക്കണ്ടേ? മാതാപിതാക്കൾക്ക് എന്തുകൊണ്ടത് വാങ്ങിക്കൊടുക്കാം? ആകെ അതിൻ്റെ വില എത്രയാണെന്നറിയോ? 100 റുപ്യ, 150 റുപ്യ. അതിങ്ങനെ ഷോക്കേസിൽ ഇങ്ങനെ വെറുതെ വാങ്ങിയേക്കണ്ട. അവനെന്തോ ഒരു നല്ല കാര്യം ചെയ്തതിന് അവൻ്റെ മനസ്സിൽ എപ്പോഴും അതുണ്ടാവും. ഒരു പുസ്തകം വാങ്ങിക്കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലോണം പുസ്തകം വാങ്ങിക്കൊടുക്കണം, സെലക്റ്റീവ് ആയിരിക്കണം. പക്ഷെ നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ടോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമനോഹരമായിട്ടുള്ള കൃതികളുണ്ട്. സ്വാസമിയുടെ ചരിത്രം, ഉദാഹരണത്തിന് കാരുണ്യത്തിൻ്റെ തിരുദൂതർ. ഞാൻ വായിച്ച ചെറിയ കൃതികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന് ഇങ്ങനെ വായിക്കുമ്പോൾ കരച്ചിൽ വരുന്നൊരു പുസ്തകത്തിൻ്റെ പേരാണ് റഹ്മത്തുൽ ആലമീൻ. മൗലാന അബുൽ ഹസൻ അലി അന്നദവി സാഹിബാണ് അത് എഴുതിയിട്ടുള്ളത്. മലയാളത്തിൽ അവൈലബിൾ ആണ്. ആ സാധനം വാങ്ങിയിട്ട് ഒരു തല മുതൽ ഒരു തലം വരെ ഇങ്ങനെ വായിക്കുമ്പോഴേക്ക് നമ്മൾ എങ്ങോട്ടോ പോകും. ദ റോഡ് ടു മക്ക, മുഹമ്മദ് അസദിൻ്റെ മക്കയിലേക്കുള്ള യാത്ര എന്നാണ് അദ്ദേഹം ഇസ്ലാം കണ്ടെത്താനുള്ള കാരണമായി പറയുന്നത്. റോഡ് ടു മക്ക നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വായിച്ചു കൊടുക്കേണ്ടുന്ന വാങ്ങിക്കൊടുക്കേണ്ട സാധനമാണ്. അങ്ങനെ എത്രയെത്ര പുസ്തകങ്ങൾ, ഒരുപാട് സഹാബാക്കളുടെ ചരിത്രങ്ങൾ, വലിയ വലിയ സംഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർ വായനയുടെ ലോകത്തിലേക്ക് എത്തും. നിങ്ങൾ നോക്കിക്കോ, എത്തും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങൾ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ഒരു വായന ലോകത്തേക്ക് പോകുമ്പോൾ ഇതിമ വല്ലാണ്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ പറയും ഈ ലൈബ്രറി ഉണ്ടല്ലോ, ഈ ലൈബ്രറിയിൽ തോണ്ടി വായനയാണ്. ഇൻഡെപ്തിലേക്ക് പോകുന്ന കുട്ടികൾ വളരെ കുറവാണ്. ഈ ലൈബ്രറി നല്ലതല്ല എന്നല്ല, അത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പുസ്തക റീഡിങ് നമ്മുടെ കുട്ടികൾ നടപ്പിലാക്കട്ടെ. അതിന് നമ്മൾ വീട്ടിലെവിടെ പുസ്തകം? നമ്മുടെ വീടുകളിൽ ആകെയുള്ളത് എന്താണ്? ഒരു ടോയ്ലറ്റ്, ഒരു ഹാള്, ഒരു ബെഡ്റൂം, കുറച്ച് പിന്നെ കിച്ചന്. ഇതൊക്കെ കുട്ടിക്ക് കണ്ടാൽ മനസ്സിലാവും. കിച്ചണിൽ വെച്ച് ഉണ്ടാക്കുക, ഡൈനിങ് ഹാളിൽ വന്നിട്ട് തിന്നുക, ടോയ്ലറ്റിൽ പോയിട്ട് ഒഴിവാക്കുക, ബെഡ്റൂമിൽ കിടന്നുറങ്ങുക. പിന്നെ അതേ റുട്ടീൻ തന്നെയാണ്. അല്ലാതെ എവിടെ ഒരു ലൈബ്രറി കാണാൻ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് അവിടെ ഇന്നതിരിക്കുന്നു, ഇവിടെ ഇന്നതിരിക്കുന്നു, അതെടുത്ത് എപ്പോഴെങ്കിലും ഒരു നോക്കൽ വെറുതെ കൊണ്ടു നിൽക്കാതെ. ഞാൻ പറയാം, 50 ലക്ഷം രൂപയുടെ വീട് വെച്ചാൽ ചുരുങ്ങിയത് 5 ലക്ഷം രൂപയുടെ ലൈബ്രറി ഉണ്ടാക്കണം. കുട്ടികൾ ലൈബ്രറിയിൽ നിൽക്കട്ടെ, സെലക്റ്റീവായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കട്ടെ. കുട്ടികൾ അങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റ്. ഇനി കുട്ടികൾ പറയാണ്, അല്ല എനിക്കിതില്ലാതെ പറ്റൂല, എനിക്കെന്ന് പറഞ്ഞാൽ എന്ത് കാണണം? കാർട്ടൂണ് കാണണം അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിപ്പിച്ചോ. ഞാൻ ആധുനിക തലമുറയുടെ സംസാരിക്കണത്. നിങ്ങൾ കാണിപ്പിച്ചോ, പക്ഷേ ഭാഷ മാറ്റി കൊടുക്കണം. മലയാളത്തിൽ കേൾപ്പിക്കരുത്. ഒന്നുകിൽ അറബിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ, എന്നാ ഭാഷയെങ്കിലും പഠിയുന്നു. ആ നീയത്തിൽ നിങ്ങൾ കേൾപ്പിച്ചോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാർട്ടൂൺ ഇംഗ്ലീഷ് കാണുമ്പോൾ, കാരണം കാർട്ടൂണിലെ കഥാപാത്രം എന്താ പറഞ്ഞതെന്ന് ഇവനക്ക് എന്തായാലും അറിയണം. അപ്പോൾ ആ സാധനം ഇംഗ്ലീഷിൽ കേൾപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് രക്ഷിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ നിങ്ങൾ പറഞ്ഞ സാധനം ചെയ്തിട്ട് എൻ്റെ കുട്ടികൾ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് ലാംഗ്വേജ് പഠിച്ചു. ഞാനറിയുന്ന കോഴിക്കോട്ടുള്ള ഒരാളുണ്ട്, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നൊരു പ്രസംഗത്തിന് പോയ ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി. JDTയുടെ അപ്പുറത്തുള്ള വീട്. ഞാൻ അവിടെ അങ്ങനെ പോയി അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ 2 കുട്ടികൾ വരും. ഒരു 12 വയസ്സോ ഒരു 10 വയസ്സോ. അപാര ഇംഗ്ലീഷ്, അപാര അറബി, അപാര ഉറുദു, ഭയങ്കര രസകരമായിട്ട് 3ഉം പറയണം. ഞാൻ ചോദിച്ചു, കുട്ടികളെ എങ്ങനെ പഠിച്ചതെന്ന്. നിങ്ങൾ 2 കൊല്ലം മുമ്പേ നിങ്ങൾ പിന്നെ ഇവിടെ ടാഗോർ ഹാളിൽ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ ഈ സാധനം പറഞ്ഞിരുന്നു, കാർട്ടൂൺ ഇംഗ്ലീഷിലും അറബിയിലും കേൾപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളതാണ്ട് പഠിച്ചിട്ട് ഇപ്പോൾ നല്ല രസമായിട്ട് ഭാഷ പറയും. എന്തിനാ സ്കൂളിൽ കൊണ്ടുപോയിട്ട് നോട്ടല്ലി ബട്ടാൾസ് എഴുതണം ആസുന സ്കൂൾ അധ്യാപകർ പഠിപ്പിക്കട്ടെ. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് ഭാഷ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാർട്ടൂൺ അതേമാതിരി ചെയ്തു കൊടുത്താൽ മതിയെന്ന്. ഞാൻ ഒരുപാട് കുട്ടികൾ ഇത് കണ്ട് അവരത് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കാർട്ടൂൺ കാണണമെന്നുണ്ടോ? വേഗം എന്താക്കുക, അതിൽ എന്തും വേണം, സബ് ടൈറ്റിൽസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സാധനം എഴുതി കാണിക്കും വേണം. അങ്ങനത്തെ കാർട്ടൂണുകളുണ്ട്. ആ കാർട്ടൂൺ കണ്ടോട്ടെ. അപ്പോൾ നമുക്ക് ഒരു നീയത്തെങ്കിലും വെക്കാമല്ലോ, ഈ കുട്ടികൾ ഭാഷയെങ്കിലും പഠിക്കുന്നുള്ളൂ. അല്ലേ ഉസ്താദെ? കിതാബിയായിട്ടുള്ള അറബിയും നമ്മുടെ പിന്നെ മോഡേൺ അറബിക്കും കുറച്ച് വ്യത്യാസമുണ്ട്. കിതാബി അറബിയാണ് ഏറ്റവും വലുത്, അതായത് ഖുർആനും ഹദീസൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ചിട്ട് മോഡേൺ അറബിക്ക് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വ്യത്യാസമാണ്. ഗൾഫ് പോയവർക്ക് അറിയാം. ആ സാധനത്തിലാണ് ഈ സാധനം ഉണ്ടാവുക. ഇനി കിതാബി അറബിയുടെ അതിൻ്റെയും എന്തുണ്ട്? ഈ പറയുന്ന കാർട്ടൂണുകൾ. കിതാബി അറബി പഠിക്കാനുള്ള കാർട്ടൂണുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. അത് കുട്ടികൾ പഠിക്കട്ടെ. ഇതേപോലെ തന്നെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുകയാണ്, ഗെയിം കൊടുക്കുകയാണ്. ഗെയിം കുട്ടികൾ കളിക്കുന്നൊരു സാധനമാണ്. ആ ഗെയിം കൊടുക്കുമ്പോൾ പോസിറ്റീവ് കൺസ്ട്രക്റ്റീവ് ഗെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കൺസ്ട്രക്റ്റീവ് ഗെയിം എന്താ? കൺസ്ട്രക്റ്റീവ് ഗെയിം എന്ന് പറഞ്ഞാൽ അഥവാ നിർമ്മാണാത്മകമായിട്ടുള്ള ഗെയിമുകളാണ്. ഫോർ എക്സാമ്പിൾ, എൻജിനീയറിംഗ് വൈദഗ്ധ്യം വെച്ചുകൊണ്ട് അതിമനോഹരമായി എങ്ങനെയാണ് ഒരു നഗരത്തെ വാർത്തെടുക്കുക. ഒരു നഗരത്തെ റീഡിസൈനിങ് ഓഫ് ദുബായിയെ റീഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടി ഓരോ റോഡ് അലൈൻമെൻറ്റ് കാര്യങ്ങൾ അവിടെ വരക്കേണ്ടത് ഇവിടെ വരക്കേണ്ടതൊക്കെ വരച്ച് കൺസ്ട്രക്റ്റീവ് ഗെയിമിലേക്ക് പോകും. ഞാൻ പറഞ്ഞത് ഗെയിം നിർത്തലാക്കണം എന്നല്ല, കുറഞ്ഞ സമയം കുട്ടികൾ ഉപയോഗിക്കട്ടെ. പക്ഷേ
അഡ്വക്കേറ്റ് സാഹിബ് ഇവിടെ ഉണ്ടല്ലേ, കൺസ്ട്രക്റ്റീവ് ഗെയിമിലേക്ക് കടക്കണം. കൺസ്ട്രക്റ്റീവ് ഗെയിമിലേക്ക്. ഇനി ഒരു കുട്ടിക്ക് കാർ റേസിംഗ് വേണം, ഭാഷ പഠിക്കുന്ന കാർ റേസിംഗ് അവൈലബിൾ ആണ്, അതിലേക്ക് പോകണം. ഇങ്ങനെ കുട്ടികളെ നമ്മൾ ടെക്നോളജി ഉപയോഗിപ്പിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. പിന്നെ നേരത്തെ അഡ്വക്കേറ്റ് സാഹിബ് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന്, അതിൻ്റെ നിയമവശങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ അറിയണം, ഈ കുട്ടികൾക്ക് ടോളറൻസ് എന്ന് പറയുന്ന ഒരു സാധ്യത, അത് കഴിഞ്ഞാൽ സാലിയൻസ് എന്ന് പറയുന്ന സാധ്യത, അത് കഴിഞ്ഞാൽ വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയുന്ന സാധ്യത, അതിൻ്റെ അപ്പുറത്തേക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ. ഇതൊക്കെ എന്താ? ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം, അധികം പേടിക്കൊന്നും വേണ്ട. ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് ഉപയോഗിച്ച് അതിനോട് ടോളറേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നതിൻ്റെ പേരാണ് ടോളറൻസ്. നിങ്ങളാരും മനസ്സിലാക്കണ്ട, പണ്ട് നമ്മളൊക്കെ പുകവലിച്ചിരുന്നത് പോലെ ആ പുകവലി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും നിങ്ങൾ വിചാരിക്കേണ്ട. പുകവലിച്ചിരുന്നവർ, പണ്ട് വലിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ ഇവിടെ വലിക്കുന്നുണ്ടാവും. അതെന്നായിരുന്നു തുടർന്നത് എങ്കിൽ അതിൽ നിന്ന് മാറി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉപയോഗിച്ചേ പോകും. അങ്ങനെ കുട്ടി അതിന് അഡിക്റ്റായി മാറും. രണ്ടാമത് സാലിയൻസ് എന്ന് പറയും. സാലിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് ഉപയോഗിക്കാതെ ഒരു നിവൃത്തിയുമില്ല എന്നൊരു സ്റ്റാൻഡേർഡിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തലാണ്. എനിക്കിത് ഉപയോഗിക്കാതെ പറ്റൂല, അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ ക്രിമിനലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥക്കാണ് സാലിയൻസ് എന്ന് പറയുക. വിഡ്രോവൽ സിൻഡ്രം അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അഥവാ അതിൽ നിന്നിങ്ങനെ പിന്മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ നിർത്താൻ വേണ്ടി ശ്രമിച്ചാൽ കഴിയില്ല, വിറയൽ വരും, തലയിട്ടടിക്കും, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പലതും കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇതിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ തലച്ചോറിന് കിട്ടേണ്ടുന്നൊരു ഊർജ്ജമാണ്. അത് കൂടുതലായി അവസാനം ചെറിയതൊക്കെ അവൻ മറന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഉമ്മയെ നോക്കുമ്പോൾ നമുക്ക് 1500 ആയിട്ടാണ് ഉമ്മാനൊക്കെ ഒരു സന്തോഷം കിട്ടുക. ഒരു ഉദാഹരണം പറയാം, 2000 ആയിരിക്കും എന്താകുക ആ ഉമ്മനെ വേർപിരിയുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഉമ്മനെ വിട്ടിട്ട് നമ്മൾ ഗൾഫിക്ക് പോകുമ്പോൾ 1500 എന്നുള്ളത് 2000 ആവും. തിരിച്ച് വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ മക്കൾ കാത്ത് കുൻ്റെ ഇപ്പം പോരും ഇപ്പം എൻ്റെ കാറും കണ്ട് കാണുമ്പോൾ മനുഷ്യൻ ചിലപ്പോൾ 2000-ലേക്കൊക്കെ കണ്ടു പോകും. ഒരു ഉദാഹരണം പറയാൻ. പക്ഷേ ഈ പറയുന്ന ഡോപ്പമിൻ ഇഞ്ചക്ഷൻ ചെയ്ത് അഥവാ സിന്തറ്റിക്കിലൂടെ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുന്നത് 1,00,000 80,000 അതങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാകെ താളം തെറ്റും. പാവം മക്കൾക്ക് ഇതറിയില്ല. ആയിരക്കണക്കിന് മക്കളെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. ഓരോ ഡി അഡിക്ഷൻ സെൻറ്ററിലും. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഇക്ര ഹോസ്പിറ്റലിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ അവിടെ അത് കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുണ്ട്. അവൻ പറയുകയാണ്, നിങ്ങൾ വിടണ തന്നെ മതിയാവും ചിലപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കെന്ന്. അത്രമാത്രം കുട്ടികൾ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. എന്താ കാരണം എന്നറിയോ? ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവർ കൊലപാതകത്തിലേക്കും ആക്രമണോത്സുകത്തിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് വളരെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയിരുന്ന 1500 ഡിഗ്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലുണ്ടായിരുന്ന ആ സാധനം പിന്നെ പോകും. പിന്നെ 1,00,000-ലേക്ക് കയറുമ്പോൾ ഇതിന് വലിയ വില ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യനെ വാർഡ് മെമ്പറാക്കിയാൽ എങ്ങനെ ഉണ്ടാവുക? അതേപോലെ ഉണ്ടാവും. മുഖ്യമന്ത്രിനെ പിടിച്ചിട്ട് നിങ്ങളെ പഞ്ചായത്തിലെ കോഡൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ മെമ്പറാക്കിയാൽ അതിലും വലിയ ശിക്ഷ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേറൊന്നും ഉണ്ടാവില്ല. ഡീഗ്രഡേഷൻ എന്നാണ് പറയുക. രാജാക്കന്മാർ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് ശിക്ഷയിൽ ഡീഗ്രഡേഷൻ. ഉദാഹരണത്തിന് ഷെയ്ഖ് മുഹമ്മദിൻ്റെ അവിടെ എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഉയർന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെന്തോ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിനെ നേരെ പിടിച്ചിട്ട് പിയൂണാക്കി. എന്താ കാര്യം എന്നറിയോ? പിയൂണാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം മാത്രമാണ്, വേറൊന്നും വിചാരിക്കരുത്. പാണക്കാട്ടെ കുടുംബത്തിലേക്ക് നേരിട്ട് ആക്സസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ചെല്ലുമ്പോഴേക്ക് തങ്ങന്മാർ കയറ്റിരുത്തലല്ലേ അത്തേക്കെത്തല അകത്തിൻ്റെ ഹാളിലേക്ക് ഇരുത്തുന്ന ഒരാൾ പിന്നെ പറയാണ്, നിങ്ങൾ ഈ പടിക്കേ കയറണ്ടെന്ന് പറഞ്ഞാൽ ആ പടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഇതേപോലെ പിന്നെ ഉമ്മയെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും. കാരണം പിന്നെ 1500 ഡോപ്പമിനൊന്നും നമുക്ക് നടക്കൂല. പിന്നെ ആ ഉമ്മാനെ കൊല്ലാൻ നോക്കും, ബാപ്പനെ കൊല്ലാൻ നോക്കും. മക്കളെ കാണുമ്പോൾ ഇറിറ്റേഷൻ വരും. നമ്മളാകെ താളം തെറ്റുന്നൊരവസ്ഥ വരും. പിന്നെ ആകെ ഒരൊറ്റ നിവൃത്തിയേ ഉള്ളൂ, സൂയിസൈഡ് എന്ന് പറയുന്നതിലേക്ക്, അഥവാ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക്. അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളായി ഈ കൂട്ടർ മാറാനുള്ളൊരു കാരണവും അതാണ്. അപ്പം എന്താ ചെയ്യണ്ടേ? ഇതിന് നമ്മൾ മഹല്ല് ചെയ്യേണ്ട ചില പരിപാടികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മഹല്ലിലെ മുഴുവൻ ഭാരവാഹികളോടും എനിക്ക് പറയാനുള്ളത്, നിയമങ്ങളോ കാര്യങ്ങളൊക്കെ മാഷാ അല്ലാഹ് അതിൻ്റെ ആളുകൾ നന്നായിട്ട് പറഞ്ഞു. ആ ഭാഗം അവരോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യണം. അതല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മുടെ മഹല്ലിൽ അങ്ങനെ ആരെങ്കിലും മയക്കുമരുന്ന് ചെറുതായെങ്കിലും ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയാൽ മാത്രം
ആരെയും അറിയിക്കാതെ ആ കുട്ടിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ഒരിക്കലും ജനങ്ങളുടെ കൂട്ടത്തിൽ അത് അറിയിക്കരുത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു എന്നുള്ള സ്ഥിതിക്ക് പിന്നെ മനുഷ്യൻ്റെ സൈക്കോളജി ടൊട്ടാലിറ്റിയിലേക്ക് മാറും, അഥവാ ബ്രോഡനിങ്ങിലേക്ക് മാറും. പിന്നെ അത് പരസ്യമായിട്ട് അവൻ ചെയ്യാൻ തുടങ്ങും. കാരണം എല്ലാവരും അറിഞ്ഞല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭാര്യയ്ക്ക് ഒരു ചെറിയ അബദ്ധം വന്നു എന്ന് വിചാരിക്കുക. ആർക്കെങ്കിലും ഒരു മെസ്സേജ് വിട്ടുപോയി, ആ വിട്ട് കഴിഞ്ഞാൽ അത് ഭർത്താവ് എല്ലാവരോടും പറഞ്ഞു നടന്നാൽ പിന്നെ അവൾക്ക് യാതൊരു അരിശുണ്ടാവില്ല. പിന്നെ മെസ്സേജ് മാത്രം വിടലാകൂല, അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയി പോകും. അതുകൊണ്ട് അതിനെ രഹസ്യമായി കൈകാര്യം ചെയ്യുക എന്നതാണ്. അത് മാത്രമാണ് നമ്മൾ ചെയ്യണ്ടേ. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നും കൂടി പറഞ്ഞോട്ടെ ഈ മഹല്ലിലെ ആളുകളോട്. എന്ന് വെച്ചാൽ ഒരാൾ മദ്യപിക്കുന്നത് കണ്ടു, സഹാബാക്കൾപ്പെട്ടവരൊന്നുമല്ല, നഊദുബില്ല, അങ്ങനൊന്നും നമ്മൾ പറഞ്ഞേക്കരുത്. അന്ന് 20 രാജ്യങ്ങളിലേക്ക് ദീന് വ്യാപിച്ച സമയം, എ സിംഗിൾ സ്പിരിച്വൽ ഡൊമാനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് എന്ന് പറഞ്ഞിരുന്ന കാലം. ആ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ദീന് പഠിക്കാൻ വേണ്ടി മദീനയിലേക്ക് വരികയാണ്. അതിലൊരു ചെറുപ്പക്കാരൻ അറിയാതെ മദ്യപിച്ച് പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സങ്കടമായി. ഉമർ റളിയല്ലാഹു അൻഹു അത് ജസ്റ്റ് ഇങ്ങനെ കണ്ട് നേരെ മസ്ജിദ് നബവിയിലേക്ക് പോയി. കുറേ കരഞ്ഞു, കുറേ അള്ളാഹുവോട് ദുആ ചെയ്തു. മാസങ്ങൾ, അല്ലെങ്കിൽ 1 മാസോ 1.5 മാസോ ആ ചെറുപ്പക്കാരൻ പിന്നെ പള്ളിയിലേക്ക് വന്നില്ല, നിസ്കരിക്കാൻ വന്നില്ല. വീട്ടിൽ വെച്ച് നിസ്കാരം തുടങ്ങി. ദീന് പഠിക്കാൻ വേണ്ടി വന്ന ആളാണ്, ജസ്റ്റ് മുസ്ലിം ആയിട്ടേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു തആല അൻഹു കാത്തിരുന്നു. 1.5 മാസം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൊരു ദിവസം പള്ളിക്ക് വരികയാണ്. ബാക്കിൽ സഫിൽ നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആലയുടെ ഒരു രീതിയുണ്ട്, അഥവാ ഇത്രയും രാജ്യത്തിൻ്റെ ഖലീഫയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിലേക്ക് നോക്കും, എല്ലാ സഹോദരന്മാരെയും നോക്കി ഒന്ന് പുഞ്ചിരിക്കും. ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി. അതേപോലെ തന്നെ അനുധാവനം ചെയ്തതാണ് ഉമർ റളിയല്ലാഹു തആല. അങ്ങനെ നോക്കുമ്പോൾ ബാക്കിൽ ഈ ചെറുപ്പക്കാരനെ കാണുന്നു. അദ്ദേഹത്തെ അരികിലേക്ക് വിളിച്ചു. ബാക്കി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഉമർ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് നടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. ഇപ്പം ഞാൻ വഷളാകും. ആകെ എനിക്ക് വല്ലാത്ത പേടിയും തോന്നി. എന്നെ ചാട്ട കൊണ്ടടിക്കും. അന്ന് ഉസ്തുവാനയിൽ കെട്ടിയിട്ട് ചാട്ട കൊണ്ടടിക്കലാണ്, തൂണിൽ കെട്ടിയിട്ട്. അതുപ്പുണ്ടാകും. ഞാൻ വഷളാകുമല്ലോ എന്ന് വിചാരിച്ച് അരികിലേക്കെത്തി. മിമ്പറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിസ്കരിച്ച മിമ്പറിൽ വെച്ച് എന്നെ മിഹ്റാബിൽ വെച്ച്, മിമ്പറിൽ വെച്ചിട്ടില്ല, മിഹ്റാബിൽ വെച്ചിട്ട് നേരെ എന്നെ ആലിംഗനം ചെയ്തു ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല. എന്നിട്ട് ചെവിയിൽ മെല്ലെ പറഞ്ഞു, മോനെ, നീ മദ്യപിക്കുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാനത് പറയുകയുമില്ല. ആ മനുഷ്യൻ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പിന്നെ മദ്യപിച്ചിട്ടില്ല. ഇനിതാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിൽ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയുമില്ല. നമ്മൾ നമ്മുടെ മഹല്ലിലെ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അഥവാ ലിസ്റ്റിൽ അവനുണ്ട് എങ്കിൽ അവനെ പേഴ്സണൽ കൗൺസിലിങ്ങിന് വിധേയമാക്കുക. നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. കൗൺസിലേഴ്സിൽ തന്നെ കുറച്ച് തെറാപ്പി അറിയുന്നവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം തെറാപ്പിയിലൂടെ കുറേയൊക്കെ മാറുന്നുണ്ട്. ഇനി അതിന് നിൽക്കുന്നില്ല എങ്കിൽ മെല്ലെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്കാട്രി ലെവലിലുള്ള ഡോക്ടേഴ്സിനെ കൊണ്ടുപോവുക. സൈക്കാട്രി ഇഷ്യൂ അല്ല അവനുള്ളത്, ഡി അഡിക്ഷൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മെഡിസിൻ നൽകുന്ന ഡോക്ടേഴ്സിലേക്ക് കൊണ്ടുപോവുക. അതിനും പറ്റുന്നില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്യുക. പിന്നീട് അവന് അന്തരീക്ഷം മാറ്റുക. അവൻ തിരിച്ച് ആ ഗ്യാങ്ങിലേക്ക് വരാതിരിക്കുക. അവന് വീണ്ടും റീപ്ലേസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സത്യത്തിൽ ആ കാര്യത്തിൽ നമുക്ക് ചെറുതായിട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ നിയമവശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം അറിയിച്ചു. ധൈര്യസമേതം നിങ്ങൾ ഇവരെ പോലെയുള്ളവരെ അറിയിച്ചേക്ക്. ചെറിയ കുട്ടികൾക്കെങ്ങാനും ഇത് കൊടുത്താൽ, സാധാരണ ചെറിയ കുട്ടികൾക്ക് അത് കൊടുത്തു തുടങ്ങുന്നത്. നാളെ ഒരു കൗൺസിലിങ്ങിൽ ഒരു മദ്രസയിൽ പോണ കുട്ടി, മദ്രസ രാവിലെ 6:15 തുടങ്ങുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബൈക്കാരൻ വന്ന് നിർത്തുന്നു. ആ കുട്ടിനോട് ചോദിക്കുന്നു, മോനെ എങ്ങോട്ടുള്ള വഴി ഏതാ, ഒരു സ്ഥലം ചോദിക്കുക. കുട്ടികളോട് ചോദിച്ചാൽ പിന്നെ കുട്ടിയൊക്കെ ആവേശമായില്ലേ, ഇങ്ങനെ പോയാൽ മതി കാക്ക എന്നൊക്കെ പറഞ്ഞ് അയാൾ ബൈക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. മോനെ നല്ല മോനാട്ടോ, നല്ല സ്മാർട്ട് മോന്, എനിക്ക് എൻ്റെ മറുപടിയൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞൊരു മിഠായി കണ്ട് കൊടുക്കുകയാണ്. ഒരു മഞ്ഞ കളറുള്ള കുട്ടി പറയുന്ന ഒരു മഞ്ഞ കളറുള്ള മിഠായി എനിക്ക് തന്നു. ഞാനത് കഴിച്ചു. പിന്നെ ഞാനതിന് കാത്തിരിപ്പായി. കാരണം ഇത് സാധാരണ മിഠായിയല്ല, മയക്കുമരുന്നുള്ള മിഠായിയാണ്. ഇന്ന് കുട്ടികൾക്ക് അതാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ മദ്രസകളിലൊക്കെ പോകുന്ന കുട്ടികളോട്, ഇവിടെ ചെറിയ മക്കളുണ്ടെങ്കിൽ പറയല്ലേ, രക്ഷിതാക്കളോട് പറയാണ്, അറിയാത്ത ഒരാൾ എന്ത് തന്നെ തന്നാലും നമ്മുടെ കുട്ടികളോട് വാങ്ങരുത് എന്ന് പറയണം. അത് ഏത് ചോക്ലേറ്റ് ആയാലും ശരി, എന്തായാലും ശരി. അപ്പോൾ തരുന്നതൊക്കെ മോശമെന്നല്ല. ഒന്നാമത് അറിയാത്ത കുട്ടികൾക്ക് നമ്മളത് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് നമ്മൾ ആ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടേ കൊടുക്കുക എന്നല്ലാതെ വഴിയോരത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മുടെ മക്കളും അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ വഴിപോക്കനായി നിൽക്കുന്ന ആളുകൾ വരെ
കേമന്മാരായി വന്നുകൊണ്ട് നമുക്കിത് തരുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുട്ടികളോട് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയണം. മഹലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ 5 മിനിറ്റ് കൊണ്ട്. എൻ്റെ ഈ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ എല്ലാ സാരഥികളോടും അല്ലാത്തവരോടും ഇതൊരു ഉപദേശമല്ല. നമ്മുടെ മക്കളെ, നമ്മുടെ മഹലിനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരിക്കണം. എന്താ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളുടെ പ്രകൃതങ്ങൾ ഇതൊക്കെയാണ് എന്ന് വിചാരിച്ച് അവരെ തള്ളരുത്. ഒന്ന്, അവർക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ, ഞാനൊരു ഇത് പറഞ്ഞിട്ട് പോവാണ്, എന്നോടൊന്നും തോന്നരുത്, പറ്റുമെങ്കിൽ ആത്മീയതയെ വളർത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തേ പറ്റൂ. അതിൻ്റെ ഒരു ക്യുമുലേഷൻ നടക്കണം. ഇവിടെ ഞാൻ വേറെ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചില പ്രസ്ഥാനങ്ങളുണ്ട്, അവർക്ക് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, അവർക്ക് പെൺകുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, പ്രൊഫഷണൽസിന് ക്ലാസ് ഉണ്ട്. ഞാൻ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. കാരണം അവരൊക്കെ അതിൽ തന്നെ ഊട്ടപ്പെട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളൊന്നും വല്ലാണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കാരണം അതിൽ നേതൃത്വം കൊടുക്കുന്നത് IIT-യിൽ നിന്ന് MTech കഴിഞ്ഞിട്ടുള്ളൊരു പയ്യനാണ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, വിദ്യാർത്ഥിയുടെ ക്ലാസ്സിന് വേണ്ടി. പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നല്ല മനോഹരമായി നമ്മുടെ മഹലിലെ കുട്ടികളെ കോർത്തിണക്കി അവർ രസകരമായിട്ട് എല്ലാ വർഷത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് എഴുതിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഓറിയൻറ്റേഷനായി അലിഗഡിൽ പോയി പഠിക്കുക, JNUയിൽ പോയി പഠിക്കുക. യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പോവുക. എല്ലാ വർഷത്തിലും വിദേശത്ത് ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതുണ്ട്. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ പോയാൽ വഷളാവോ ഇവിടെ പോയാൽ വഷളാവോ എന്നൊക്കെ. ടോപ്പ് റേഞ്ച് യൂണിവേഴ്സിറ്റിക്ക് പോയ കുട്ടികൾ വഷളവൊന്നുമില്ല. അങ്ങനെ മുമ്പ് പോയ ആളാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറും, അങ്ങനെ മുമ്പ് പോയ ആളാണ് അല്ലാമ ഇക്ബാലും, അങ്ങനെ മുമ്പ് പോയവരൊക്കെ കണ്ട നേതാക്കന്മാരൊക്കെ. അതുകൊണ്ട് അതൊന്നും വഷളവൊന്നുമില്ല. കുട്ടികൾ സീരിയസ് സ്റ്റഡീസിലേക്ക് പോകും. തന്നെ അവർ സ്റ്റൈപ്പൻഡ് കൊടുക്കും. കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള എൻട്രൻസുകൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇതേമാതിരി ക്ലാറ്റ്, ഇപ്പോൾ ഇവിടെ ലോയിലേക്കൊക്കെ പോകാനുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. അത് എഴുതാൻ താല്പര്യമുള്ളവർ അങ്ങനെ ഈ SI ടെസ്റ്റ് പോലുള്ളത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു കരിയർ വിങ്, ഒരു അടിപൊളി ഒരു കരിയർ വിങ് നമ്മുടെ നാട്ടിലുണ്ടാവുക. നിങ്ങൾക്ക് ഉണ്ടാകുകയിരിക്കാം. അതിന് എഡ്യൂക്കേറ്റഡായ ആളുകൾ, അധ്യാപകരും അല്ലാത്തവരുമായ ആളുകൾ അതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുക. പിന്നെ പറ്റുമെങ്കിൽ നല്ല കൗൺസിലിംഗ് ഡെസ്ക് ഇവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ നിയമപരമായ ആളുകളും അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളും ഒക്കെ ആയിട്ട് നല്ലൊരു കൗൺസിലിംഗ് ഡെസ്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇതേമാതിരി യുവാക്കൾ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് പോകാൻ, ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ കൂടുതലും ഗൾഫിലേക്ക് മറ്റൊക്കെ പോകുന്നതായിരിക്കും. ഒരു മഹലിൽ ഞാൻ കണ്ടു മനോഹരമായിട്ട്, കണ്ണൂരിലൊരു മഹലിൽ ഇതേപോലെ തന്നെ പോകാൻ പോകുന്ന കുട്ടികൾ. അപ്പോൾ കാരണം കണ്ണൂർക്കാരെന്നൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഗൾഫിക്കാണ് പോകില്ല. ആ പോകുന്നവർക്ക് 1 മാസത്തെ ഇംഗ്ലീഷ് ട്രെയിനിങ് കോഴ്സ്, അതേമാതിരി തന്നെ അറബിക് ട്രെയിനിങ് കോഴ്സ്, ഇതൊക്കെ വിചാരിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ലാന്ന്. പക്ഷേ 100 ആളിൽ നടപ്പിലാക്കാൻ നോക്കിയാൽ ഒരു 10-40 ആൾക്കാരെങ്കിലും എന്താവും രക്ഷപ്പെടും. നമുക്ക് ആകെ ചിലവ് എത്ര ആയിരിക്കും? ഒരു 30,000 രൂപ ആയിരിക്കും ഒരു മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ നല്ല ഭാഷയൊക്കെ പഠിച്ച് നല്ല ജോലിയിലേക്ക് കയറുന്ന അവസ്ഥ. പെൺകുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് അവരുടേതായ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ഗൈനക്കോളജിസ്റ്റ്, ഇതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെ, അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകൾ. ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സയൻസിനെ കുറിച്ച് തർക്കമാണെങ്കിൽ സയൻസിൽ IIT-യിൽ നിന്ന് PhD കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ടെക്നോളജിയിൽ അവരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കാകുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ IM-ൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൽമാനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അവൻ BTech-ൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് IM അഹമ്മദാബാദ്, അവിടുന്ന് PhD, ഡോക്ടർ സൽമാൻ IM എന്ന PhD എടുത്തത്. ഇപ്പോൾ നമ്മുടെ IM-ലെ, നമ്മുടെ കാലിക്കറ്റ് IM-ലെ ചീഫ് ലെക്ചറായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ള ക്ലാസ്സുകൾ, കുട്ടികൾക്ക് കോൺഫിഡൻസ് കിട്ടുന്ന പ്രൊഫഷണൽ ആളുകൾക്ക് പോലുമുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ മാസാന്തം നടത്തുന്ന